അപ്പോൾ ആലുവയുടെ ജനപ്രതിനിധി അൻവർ സാദത്ത് തുടരും. അക്കാര്യത്തിൽ നേരത്തെയും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. വളരെ മികച്ച, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മികച്ച മുന്നേറ്റം ഉണ്ടാക്കി. കഴിഞ്ഞ ആഴ്ചത്തെ മികച്ച മുന്നേറ്റം ആയി കഴിഞ്ഞു. അതിൽ കൂടുതൽ ലീഡ് വന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആലുവയിലെ ജനങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന ആലുവക്കാർക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെ ജാതിയോ മതമോ രാഷ്ട്രീയം നോക്കാൻ ഞാൻ അവരെ ചേർത്ത് പിടിക്കും. അവരെ സുഖത്തിനും ദുഃഖത്തിലൊക്കെ പങ്കെടുക്കും. അത് മാത്രമല്ല വികസനവും കരുതലും. ഇപ്പോൾ 1991 കോടിയുടെ വികസനം ഈ 5 വർഷം കൊണ്ടുവരാൻ സാധിച്ചു. ആ വികസനം കരുതലും എൻ്റെ മുദ്രാവാക്യം. ഇപ്പോൾ കരുതലിൻ്റെ ഭാഗമായി അമ്മക്കിളിക്കൂടിൻ്റെ പദ്ധതി 60 വീട് കൊടുത്തു. അലൈവ് എന്ന വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ജനങ്ങളുടെ ഒപ്പം നിന്നതിൻ്റെ ഒരു റിസൾട്ടാണ് എനിക്കത്. ഒരിക്കൊപ്പേ എറണാകുളവും അങ്ങ് തൂത്തുപോയി. പിന്നെ അത് ഞങ്ങൾ പറഞ്ഞല്ലോ 14 സീറ്റ് കിട്ടുന്ന 14 സീറ്റ് കേരളത്തിൽ UDF നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഇത് LDF സർക്കാരിനെ ജനവിരുദ്ധ സർക്കാരിനെ വലിയ ഒരു ജനവിധിയായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുപോലെ തന്നെ അങ്ങ് നിയമസഭയിൽ സീനിയറായിട്ടുള്ള ഒരാളാണ്. അത്രയും അനുഭവ സമ്പത്തും ഉണ്ട്, പരിചയമൊക്കെ ഉണ്ട്. അപ്പോൾ MLA എന്നതിനപ്പുറത്തേക്ക് മന്ത്രിസഭയിലേക്കൊക്കെ പരിഗണിക്കപ്പെടാവുന്ന ആളെന്ന നിലയ്ക്കുള്ള ചർച്ചകൾ നേരത്തെ ഞാൻ പറഞ്ഞു. ഞങ്ങളെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസ് പാർട്ടി UDF ആണ്. ഇനി അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എന്തായാലും പാർട്ടി തീരുമാനിക്കുന്നത്. നിങ്ങൾ അങ്ങാണെങ്കിൽ നേതാക്കന്മാരോട് എല്ലാവരും ഒരേപോലെ അടുപ്പമുള്ള ആളും കൂടിയാണ്. അതായത് രമേശ് ജി ആയിക്കോട്ടെ, ഒപ്പം ഇവിടെ പ്രതിപക്ഷ നേതാവ് ആയിക്കോട്ടെ, ഒക്കെ അടുപ്പമുള്ള ആൾ കൂടിയാണ്. അപ്പോൾ ഈ മൊത്തത്തിലുള്ള വിജയത്തെ, ഈ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ ഈ ഒരു ടീമിൻ്റെ വിജയം എന്നാണോ കാണുന്നത്? അല്ല, പിന്നെ കോൺഗ്രസ് പാർട്ടിയിലെയും UDFൻ്റെയും ഒരു ടീമായിട്ടുള്ള ഇതിൻ്റെ വിജയമാണത്. ഒരു സംശയവുമില്ല. അതാണല്ലോ ഇത്ര ഭൂരിപക്ഷത്തിലേക്ക് ജയിക്കാനുള്ള കാര്യം. അപ്പം അല്ല, അതൊക്കെ പാർട്ടിയാണ്. ഇപ്പം ജനങ്ങൾ വോട്ട് ചെയ്ത് ഇനി പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എൻ്റെ UDFൻ്റെ സഹപ്രവർത്തകർ അവരുടെ ടീമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു. അത് കോൺഗ്രസിൻ്റെ UDFൻ്റെ പ്രവർത്തകർ, നേതാക്കന്മാർ, അവർ ടീമായിട്ട് എൻ്റെ ഒപ്പം നിന്ന് എല്ലാ വികസന പ്രവർത്തനം എല്ലാ കാര്യങ്ങളും നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് അതിലും സ്ട്രോങ് ആയിട്ട് നിന്ന് അത് നല്ല ഭൂരിപക്ഷത്തിലേക്ക് വന്നു. ബാക്കി കാര്യം പാർട്ടി തീരുമാനിക്കണം. ഓക്കെ. അതാണ് അദ്ദേഹം അൻവർ സാദത്ത് വിശദീകരിച്ചത്. അതായത് അദ്ദേഹം സീനിയറായിട്ടുള്ളൊരു അംഗമാണ്. ഒരു പക്ഷേ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയവുമാണ്. സ്വാഭാവികമായും അത്തരം ചർച്ചകളിലേക്ക് വളരെ വേഗത്തിലല്ല, പക്ഷേ എന്നാലും ഉടനെ കടക്കാനുള്ള സമയമായല്ലോ. സ്വാഭാവികമായും അപ്പോൾ ആരെല്ലാം ഉൾക്കൊള്ളും, അതിൽ സീനിയോറിറ്റി മറ്റ് പല ഘടകങ്ങളും സ്വാഭാവികമായും വരും. വലിയ വിജയം ആലുവയിലും എറണാകുളത്തും UDFന് കോൺഗ്രസിനൊക്കെ നേടാൻ കഴിഞ്ഞു. അതിൻ്റെ വലിയ സന്തോഷവും ആത്മവിശ്വാസവും അതൊപ്പം ജനങ്ങൾക്കുള്ള നന്ദിയും ഒക്കെയാണ് അദ്ദേഹം പങ്കുവച്ചത്. ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യാം, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.